ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഷാനസ് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അൺബോക്സിങ് വീഡിയോയിൽ ഒരു ക്ലേയുടെ ഇതെടുത്തു. ഞാനൊരു സെറ്റ് ഓൾറെഡി പൊളിച്ച് എടുത്തു. അപ്പോൾ ഇതാ ഇത്രയും കളേഴ്സാണ് എടുത്തത്, ഈ 4 കളേഴ്സ്. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ടൂൾസും ഉണ്ട്. ഓൾറെഡി കുറച്ച് കളേഴ്സ് 6 എണ്ണം ഓൾറെഡി പൊളിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ 6 കളേഴ്സ്. ഫസ്റ്റ് ഈ ഒരു ബ്ലൂ കളർ, പിന്നെ ഈ ലൈറ്റ് ഗ്രീന്, യെല്ലോ, പർപ്പിൾ, പിങ്ക്, പീച്ച്. ഓക്കെ, ഇത് ഒരു സെറ്റിൽ നമുക്ക് വരുന്നത് 12 ആട്ടോ. ടോട്ടലിൽ 36 കുറേ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ പിന്നീടുള്ള 4 ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് വേറൊരു കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ ഞാൻ എടുത്തു. ഇതാ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് എടുത്തു. അല്ല, പർപ്പിൾ ആട്ടോ, ഡാർക്ക് പർപ്പിൾ എടുത്തു. പിന്നെ ഒരു ലൈറ്റ് കുറച്ച് ഡാർക്ക് ഗ്രീൻ എടുത്തു. പിന്നെ യെല്ലോ, മറ്റേ യെല്ലോ അല്ലേ, ഇത് ഇങ്ങനത്തെ ഒരു യെല്ലോ എടുത്തു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിത് സ്റ്റിക്കി ആയിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. ഫസ്റ്റ് നമുക്ക് യെല്ലോ തുറന്നു നോക്കാം. കണ്ടോ മൊത്തം സ്റ്റിക്കി കയ്യിൽ എന്തായാലും ഒട്ടും. പിന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. നമുക്കിത് മാറ്റി ഇതെണ്ണം കുറച്ച് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ പ്ലേറ്റിൽ മൊത്തം ഇട്ടെ ഇതൊക്കെ പുറത്ത് വെക്കാം. ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഈ കവറിൽ തന്നെ പിന്നെ ഇടാൻ പറ്റില്ല. ബിക്കോസ് കണ്ടോ ഇങ്ങനെ പിന്നെ എടുക്കണം, ഒട്ടി പിടിക്കും. കണ്ടോ ഗൈസ്, വരുന്നുണ്ടോ? വലിയ പീസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കാകെ ഇത്രയും വരും കേട്ടോ, ഇത്രയും ക്വാണ്ടിറ്റി വരുന്നത്. പിന്നെ കുറച്ച് ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഈ കളറാവും. ഇനി നമുക്കിതൊന്ന് കുറച്ച് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് നമ്മുടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാം. ഇനി അടുത്ത കളർ എടുക്കാം ഗൈസ്. ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പാർട്ട് 2 ആയിരിക്കും അടുത്ത വീഡിയോ ഈ ഒരു കളർ എടുക്കുന്നത്. ഓക്കെ, ഇത്രയും കളേഴ്സ്. ഇപ്പോൾ പാർട്ട് 2 ഈ കളറായിരിക്കും എടുക്കാം. പാർട്ട് 2 എല്ലാവർക്കും കാണണേ ഗൈസ്. ബൈ.